പ്രിയ പ്രേക്ഷകരെ, നേരത്തെ പ്രധാനമന്ത്രി ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നതിൽ ഒരു നിയന്ത്രണം വേണം എന്ന് പറഞ്ഞിരുന്നു. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളുടെ ഈ വിദേശ നാണ്യ ശേഖരത്തിൽ കുറവുണ്ടാവാൻ പാടില്ല. നമ്മൾ കരുതലോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞത് എന്നത് വ്യക്തമാക്കാം. എന്തുകൊണ്ടാണ് സ്വർണം വാങ്ങുന്നതിൽ ഒരു നിയന്ത്രണം വേണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതും നമ്മളത് അനുസരിക്കേണ്ടതും. ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇറക്കുമതി ചെലവുകളിൽ ഒന്നാണ് സ്വർണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രൂഡ് ഓയിൽ ഒരു 85-90% നമ്മൾ വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒക്കെയാണ് ഇറക്കുമതി ചെയ്യുന്നത്. ക്രൂഡ് ഓയിലിന്റെയും സ്വർണത്തിന്റെയും ഇറക്കുമതി ചെലവ് ഉയരുന്നതും രൂപയുടെ മൂല്യം ഇടിയുന്നതും രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ കനം കുറയ്ക്കും എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ കനം കുറയുന്നത് നമ്മളുടെ സാമ്പത്തികാവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ വന്നാൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഇല്ലാതാവുകയും ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യം പോവുകയും ചെയ്യും. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നോക്കൂ, പ്രതിവർഷ ശരാശരി ഉപയോഗം 700 മുതൽ 800 ടൺ വരെയാണ്. 700 മുതൽ 800 ടൺ വരെ. അതിൽ എത്രയാണ് നമ്മളുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നറിയാമോ? 700 മുതൽ 800 വരെ ഒരു വർഷം നമ്മളുടെ സംസ്ഥാന രാജ്യത്ത് ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ 1 മുതൽ 2 ടൺ വരെ മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനം. എന്ന് പറഞ്ഞാൽ 800 ടൺ ഒരു വർഷം സ്വർണം നമ്മൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു. അതിലൊരു 1-2 ടൺ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. 99% നമ്മൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ പണമെല്ലാം എങ്ങോട്ട് പോകും? പണമെല്ലാം വിദേശ രാജ്യത്തേക്ക് പോകും. അത് നമ്മളുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ കനം കുറയ്ക്കും. ക്രൂഡ് ഓയിൽ പ്രതിസന്ധി നിലനിൽക്കെ സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. നോക്കൂ, ഇതിന്റെ മൂല്യത്തിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്താൽ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. 2025 $45.5 ബില്യൺ സ്വർണ്ണ ഇറക്കുമതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കിയത്. സ്വർണത്തിന്റെ ഇറക്കുമതിക്ക് വേണ്ടി. ഇപ്പോൾ അത് എത്ര എത്തി നിൽക്കുന്നു? 2024 $51.8 ബില്യൺ ആയി. 2025 അത് $58 ബില്യൺ ആയി. ഇപ്പോൾ 2024 $72 ബില്യൺ ആയി. നോക്കൂ എത്ര വർധനമാണ്. 2023 $45.5 ബില്യൺ ഉണ്ടായിരുന്നത് ഇപ്പോൾ $72 ബില്യൺ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇത് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വലിയ രീതിയിലുള്ള കുറവ് വരും. അത് രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് 100 പവൻ വേണ്ടെടുത്ത് 10 പവൻ, 10 പവൻ വേണ്ടെടുത്ത് 1 പവൻ എന്ന മട്ടിൽ കാര്യങ്ങൾ വാങ്ങിയാൽ നമ്മളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ നമുക്ക് സംരക്ഷിച്ച് പിടിച്ചു നിർത്താൻ സാധിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിന് നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക സാധ്യമല്ല. കാരണം ക്രൂഡ് ഓയിലിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തിയാൽ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഇന്ധനക്ഷാമം ഉണ്ടാവും. അപ്പോൾ 85-90% ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ നമുക്ക് പരമാവധി നിയന്ത്രിക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കുന്നത് ആ രീതിയിൽ വലിയ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത, ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കും വേണ്ടി മാത്രം ചെലവിടുന്ന സ്വർണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 700-800 ടണ്ണിൽ നമ്മളാകെ 1-2 ടൺ മാത്രമാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയുക. നമ്മൾ വാങ്ങുന്ന ഓരോ സ്വർണവും നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരം ഏൽപ്പിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് റേഷ്യോവിനെ അതൊക്കെ ബാധിക്കും. ഫോറിൻ കറൻസി ശേഖരത്തെ അത് ബാധിക്കും. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതികൂല പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ സ്വർണം വാങ്ങുന്നത് തൽക്കാലത്തേക്ക് നിയന്ത്രിക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞതിനകത്ത് വസ്തുതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായും ഈ സ്വർണത്തോടുള്ള അധിക ഭ്രമം ഒന്നൊഴിവാക്കുന്നത് നന്നായിരിക്കും രാജ്യത്തിന് വേണ്ടി.